എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിജിൻ ജോസഫ്, പൂനൂർ റിവർഷോർ ഹോസ്പിറ്റലിലെ ഫാമിലി മെഡിസിൻ ഡോക്ടറാണ്. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് മഞ്ഞപ്പിത്തം എന്ന രോഗത്തെക്കുറിച്ചാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ മഞ്ഞപ്പിത്തം പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. കരളിന്റെ പ്രവർത്തനം താറുമാറാവുന്ന സാഹചര്യത്തിലാണ് മഞ്ഞപ്പിത്തം ഉണ്ടാകുന്നത്. നമ്മൾ സാധാരണയായി കാണപ്പെടുന്ന മഞ്ഞപ്പിത്തം വൈറസ് ബാധ മൂലമുണ്ടാകുന്ന വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന മഞ്ഞപ്പിത്തമാണ്. അതാണ് നമ്മുടെ സാധാരണ ഈ കുടിവെള്ളത്തിലൂടെയും അതുപോലെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെയൊക്കെ പകർന്നു വരുന്നത്. അതല്ലാതെ പലതരത്തിൽ മഞ്ഞപ്പിത്തം ഉണ്ടാവാറുണ്ട്. അതായത് ചിലപ്പോൾ എലിപ്പനിയുടെ ഭാഗമായിട്ട് മഞ്ഞപ്പിത്തം ഉണ്ടാവാം, ചിലപ്പോൾ പലതരം ക്യാൻസറിന്റെ പാൻക്രിയാസിന്റെ ക്യാൻസറിന്റെ ഭാഗമായിട്ട് മഞ്ഞപ്പിത്തം ഉണ്ടാവാം, രക്തസംബന്ധമായിട്ടുള്ള ഹീമോലൈറ്റിക് അനീമിയ അതുപോലുള്ള കാരണങ്ങൾ കൊണ്ട് മഞ്ഞപ്പിത്തം ഉണ്ടാവാം. വൈറസ് ബാധ കൊണ്ടുണ്ടാകുന്ന മഞ്ഞപ്പിത്തത്തെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. പ്രധാനമായും 6 തരത്തിലുള്ള വൈറൽ മഞ്ഞപ്പിത്തങ്ങളുണ്ട്. അതായത് ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ബി, സി, ഡി, ഇ, എഫ്, ജി. അതിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്ന വൈറൽ മഞ്ഞപ്പിത്തമാണ്. നമ്മൾ സാധാരണ കാണപ്പെടുന്ന 90% മഞ്ഞപ്പിത്തവും ഹെപ്പറ്റൈറ്റിസ് എ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളതാണ്. മഞ്ഞപ്പിത്തം ബാധിച്ച ഒരാളുടെ മലത്തിലൂടെ പുറത്തു വരുന്ന വൈറസ് ഭക്ഷണ പദാർത്ഥങ്ങൾ അതുപോലെ ജലം എന്നിവയിലൂടെ മറ്റൊരാളിലേക്ക് എത്തപ്പെടുകയാണ്. രോഗാണുബാധ ഉണ്ടായാൽ 15 മുതൽ 45 ദിവസത്തിനുള്ളിൽ മഞ്ഞപ്പിത്തത്തിന്റെ ലക്ഷണങ്ങൾ ഒരു വ്യക്തിയിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങും. പല വിധത്തിലായ ലക്ഷണങ്ങൾ മഞ്ഞപ്പിത്തത്തിന് കാണപ്പെടാം. അതായത് പനി, തലവേദന, ഓക്കാനം, ഛർദി, ക്ഷീണം, വിശപ്പില്ലായ്മ, അതുപോലെ തന്നെ കണ്ണിന് മഞ്ഞനിറം കാണുക, മൂത്രത്തിന് മഞ്ഞനിറം കാണുക എന്നിവയാണ് മഞ്ഞപ്പിത്തത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ. ഭൂരിഭാഗം രോഗികൾക്കും കാര്യമായ രീതിയിലുള്ള ചികിത്സയൊന്നും തന്നെ ആവശ്യമായി വരികയില്ല. സാധാരണഗതിയിൽ ശരിയായ രീതിയിൽ ഭക്ഷണം കഴിക്കുക, ശരിയായ വിശ്രമം എടുക്കുക, അതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ മഞ്ഞപ്പിത്തം ഒരുവിധം തന്നെ ഭേദമാകുന്ന ഒരു രോഗമാണ്. ചില ആളുകളിൽ മാത്രമാണ് ചികിത്സ ആവശ്യമായി വരിക. ഉദാഹരണത്തിന് ചില ആളുകൾക്ക് വളരെ ശക്തിയായ പനി ഉണ്ടാവും, അതികഠിനമായിട്ടുള്ള ഛർദി ഉണ്ടാവും. അങ്ങനത്തെ ഘട്ടത്തിലൊക്കെ തന്നെ ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ചെയ്ത് അതിനാവശ്യമായ ചികിത്സകൾ നൽകേണ്ട സാഹചര്യം ഉണ്ടാവും. അല്ലാത്ത തരത്തിലുള്ള രോഗികൾക്ക് എല്ലാം തന്നെ സ്വയമേ തന്നെ മാറുന്ന ഒരു രോഗമാണ് മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത്. മഞ്ഞപ്പിത്തത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടാലുടൻ തന്നെ ഒരു വിദഗ്ധനായ ഡോക്ടറുടെ സഹായം തേടുകയാണ് നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത്. അതായത് നമുക്കുണ്ടായത് ഏതു തരം മഞ്ഞപ്പിത്തമാണ് എന്ന് കണ്ടെത്തുകയാണ് ചികിത്സയുടെ ആദ്യപടി. ശരിയായ രീതിയിൽ ഭക്ഷണം കഴിക്കുകയും അതുപോലെ തന്നെ വിശ്രമം എടുക്കുകയുമാണ് മഞ്ഞപ്പിത്ത ചികിത്സയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദഹിക്കാൻ പ്രയാസമുള്ള മത്സ്യമാംസാദികൾ, പാലുൽപ്പന്നങ്ങൾ, കൊഴുപ്പ് അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ എന്നിവയെല്ലാം ഒഴിവാക്കുന്നതാണ് നല്ലത്. മഞ്ഞപ്പിത്തം പ്രതിരോധിക്കാൻ പരിസര ശുചിത്വവും വ്യക്തി ശുചിത്വവുമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. പ്രധാനമായും വെള്ളം തിളപ്പിച്ച് ഉപയോഗിക്കുക, അതുപോലെ തന്നെ ടോയ്ലറ്റിൽ പോയി വന്നതിന് ശേഷം കൈ സോപ്പിട്ട് കഴുകുക തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. കുടിവെള്ളം മിനിമം 5 മിനിറ്റെങ്കിലും വെട്ടി തിളപ്പിക്കുന്ന രീതിയിൽ തിളപ്പിച്ചാൽ പൂർണ്ണമായും രോഗാണുക്കളെ ഇല്ലാതാക്കാൻ സാധിക്കും. അതിന് പല കാരണങ്ങളുമുണ്ട്. പലപ്പോഴും തിളപ്പിച്ചാറാത്ത വെള്ളം ഉപയോഗിച്ചാണ് ഈ വെൽക്കം ഡ്രിങ്കുകളൊക്കെ തന്നെ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ തണുപ്പ് കിട്ടുന്നതിന് വേണ്ടി ശുദ്ധമല്ലാത്ത രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള ഐസ് ക്യൂബുകൾ ഉപയോഗിക്കുന്നു. അതുപോലുള്ള കാരണങ്ങൾ കൊണ്ട് വളരെ പെട്ടെന്ന് മഞ്ഞപ്പിത്തം കൂടുതൽ ആളുകളിലേക്ക് പടർന്നു പിടിക്കാൻ കാരണമാകുന്നുണ്ട്. മഞ്ഞപ്പിത്തത്തിന്റെ രോഗലക്ഷണങ്ങൾ കണ്ടാലുടൻ തന്നെ ഒരു വിദഗ്ധ ഡോക്ടറുടെ സഹായം തേടുകയാണ് നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ മഞ്ഞപ്പിത്തം മറ്റുള്ളവരിലേക്ക് പടർന്നു പിടിക്കാനുള്ള സാഹചര്യം ഒഴിവാക്കുകയും ചെയ്യണം.